അച്ഛമ്മേ, ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ വിവാഹം കഴിക്കാനോ? അതൊന്നും നടക്കില്ല. വെറുതെ ആവശ്യമില്ലാത്ത സംസാരം വേണ്ട കേട്ടോ. മോനെ, നീ സത്യം ചെയ്തു. അതും മറക്കണ്ട കേട്ടോ. വിളിച്ചാ വിളിപ്പുറത്തുള്ള പരദേവതയാ. ആ അമ്മ കോപിക്കും. അച്ഛമ്മേ, എന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയെങ്കിൽ നടക്കില്ല. വേറെ വല്ല കാര്യവും നോക്ക്. വിവാഹകാര്യം സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞില്ല. നീ നിരഞ്ജനയുമായിട്ടുള്ളതിന് സമ്മതമല്ലെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിച്ചു. വേണ്ട വേണ്ട, അച്ഛമ്മ കൂടുതലൊന്നും പറയണ്ട. വിവാഹമൊന്നും ആലോചിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല താനും. അവൻ അവരുടെ അടുത്ത് നിന്നും ചാടി എഴുന്നേറ്റു. അർജുൻകുട്ട, നീ അച്ഛമ്മയെ പറ്റിച്ചൂല്ലേ? എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അച്ഛമ്മയുടെ കരച്ചിൽ കണ്ട് ഇന്ദ്രനും സ്റ്റെല്ലയും അമ്പരന്ന് പോയി. ഒരു വേള അർജുനും വിഷമിച്ചു. മോനെ, അച്ഛമ്മ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മോനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കും മോനെ. അവളെ കണ്ട നിനക്ക് ഉറപ്പായി ഇഷ്ടാകും. നല്ല കുട്ടിയാ, നിറയെ മുടിയുണ്ട്. വെളുത്ത് തുടുത്തതൊന്നും അല്ലെങ്കിലും അഴകുള്ള നിറമാണ്. നന്നായി ഡാൻസ് ചെയ്യും. പിന്നെ പഠിക്കുന്ന കാര്യം പറയണ്ട. എല്ലാം കൊണ്ടും നിനക്ക് ചേരും മോനെ. അതിന് അച്ഛമ്മ അവളെ കണ്ടിട്ടുണ്ടോ? ഉവ്. അവസാനമായിട്ട് അച്ഛമ്മ എന്നാണ് കണ്ടത്? അവൾക്കൊരു 10-15 വയസ്സുള്ളപ്പോൾ കണ്ടു. ബെസ്റ്റ്. അർജുൻ അവരെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ അച്ഛമ്മേ, മതി മതി, നിർത്ത്. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം മറ്റൊരിടത്തും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എൻ്റെ അമ്മ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം കഴിയാൻ ഇനിയും മാസങ്ങളുണ്ട്. എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? മോളെ ചിന്മയി, ആ പയ്യൻ അധ്യാപകനാണ്. അവൻ്റെ കോളേജിൽ നിനക്ക് പഠിക്കാം. മാസങ്ങൾ പെട്ടെന്ന് പോകും. ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിയും. കഴിഞ്ഞോട്ടെ, അത് സാരില്ല. 30 കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നതാ ഏറ്റവും നല്ലത്. ശോ, എൻ്റെ കുട്ടി, നീ ഇങ്ങനെ പറയില്ലേ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. രേഷ്മയും സുധീഷും മകളുടെ അടുത്തേക്ക് വന്ന് അവളെ നോക്കി സങ്കടപ്പെട്ടു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പം കല്യാണം നടക്കില്ല. അത് 3 തരം. കട്ടക്കലിപ്പിൽ ചിന്മയി അവളുടെ മുറിയിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നീട് യാതൊരു സംസാരവും അർജുനുമായി ആരും നടത്തിയില്ല. കാരണം അവന് താല്പര്യമില്ലാത്തത് തന്നെ. എന്നാൽ അണിയറയിൽ വലിയൊരു ചരടുവലി നടക്കുന്നുണ്ടായിരുന്നു. ചിന്മയുടെ അച്ഛൻ പ്രദീപും അമ്മ രേഷ്മയും അവളോടൊപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. അർജുനുമായി പെണ്ണ് കാണണം, അതാണ് ഉദ്ദേശം. അതും 2 കൂട്ടർക്കും. ഇന്ദ്രനെ വിളിച്ച് അയാൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ശ്രീദേവിയും മനോജും കാലത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മനോജിന്റെ മുത്തശ്ശിയെ കാണാൻ പോകുന്നു പറഞ്ഞ് ഇന്ദ്രൻ അർജുനെ വിളിച്ചു. അപ്പോഴാണ് അതിലും വലിയ പൊല്ലാപ്പ്. അർജുൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എന്താ മോനെ, എന്താ നീ വരാത്തെ? ഇന്ദ്രൻ ഉറക്കെ ചോദിച്ചു. എല്ലാവരും കൂടി എന്തിനു പോന്നു? അച്ഛനും അമ്മയും അച്ഛമ്മയും കൂടെ പോയിട്ട് വന്നാൽ പോരെ? നീയും കൂടി അർജുൻ മോനെ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി കണ്ടിട്ട് വരാം. വയ്യാണ്ടിരിക്കുന്ന മുത്തശ്ശിയല്ലേ. തന്നെയുമല്ല, ഇവിടുത്തെ എന്ത് കാര്യത്തിനും ശ്രീദേവി മനോജ് ഓടി വരുന്നതാണ്. അങ്ങനെ അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ അർജുനും അവരോടൊപ്പം പോകാനിറങ്ങി. നിക്കറും ബനീനും മാത്രമിട്ട് ശ്രീദേവിയുടെ മൂത്ത മകളുമായി കഥകൾ പറഞ്ഞിരിക്കുകയാണ് ചിന്മയി. ആ സമയത്താണ് രേഷ്മ അവരുടെ അടുത്തേക്ക് വന്നത്. ചിന്മയി, നീ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കേ. എന്താ, എന്തു പറ്റി? ഇവിടെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഈ നിക്കറും ഇട്ടുകൊണ്ടാണോ ഇരിക്കുന്നേ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊക്കെയുണ്ട്. ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്നേ നീ. എന്താ അമ്മേ? തൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന അമ്മയെ ചിന്മയി ഉച്ചത്തിൽ ചോദിച്ചു. നീ ഈ ചുരിദാറൊക്കെ എന്നിട്ട് റെഡിയായി നിൽക്ക്. എന്തിന്? ഒരു കാര്യം പറയുമ്പോൾ നീ അനുസരിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു നിൽക്കുവാണോ? പറയുന്നത് കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായോ? രേഷ്മ അവളെ വഴക്കു പറഞ്ഞു. അമ്മ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അതാദ്യം പറയും. എനിക്കാരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ വരുമ്പോൾ പ്രായമായ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ട്. കുറച്ച് ബഹുമാനവും എളിമയും ഒക്കെ വേണ്ടേ? അതിനെന്നെ പെണ്ണ് കാണാൻ വരുന്നവരാണോ? അല്ലല്ലോ.
അമ്മയൊന്ന് അടിമുടി നോക്കിയ ശേഷം ചുരിദാർ വാങ്ങി മുറിക്കുള്ളിലേക്ക് അവൾ കയറി. ഈ പെണ്ണിന്റെ സ്വഭാവം വെച്ച് ഇവിടെ ഇന്ന് എന്ത് നടക്കുമെന്ന് പോലും എനിക്കറിയില്ലേച്ചി. രേഷ്മ ശ്രീദേവിയോട് പതിയെ പിറുപിറുത്തു. കുഴപ്പമൊന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ, എന്നിട്ടാവാം ബാക്കി. രേഷ്മ ടെൻഷനൊന്നും അടിക്കണ്ട. അവർ സംസാരിച്ച് നിന്നപ്പോൾ മുറ്റത്തൊരു വാഹനം വന്ന് നിന്നു. ഇന്ദ്രനും സ്റ്റെല്ലയും അച്ചമ്മയും ഒക്കെ വണ്ടിയിൽ നിന്നിറങ്ങി. അവർ വന്നൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മയും ശ്രീദേവിയും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? പ്രദീപും ശ്രീദേവിയും ഒക്കെ ഉമ്മറത്തേക്ക് വന്നു. പ്രദീപിനെ കണ്ടതും അർജുന് ഒരു അപായ ഭീഷണി മുഴങ്ങി. അവൻ ഇന്ദ്രനെ നോക്കിയതും ഇന്ദ്രൻ പെട്ടെന്ന് മുഖം തിരിച്ചു. മനോജ് വന്നിട്ട് അപ്പോഴേക്കും അർജുന്റെ കയ്യിൽ പിടിച്ചിരുന്നു. അർജുൻ, എന്തൊക്കെയുണ്ട്? കോളേജ് ലൈഫൊക്കെ എങ്ങനെ പോന്നു? നോട്ട് ബാഡെങ്കിൽ. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അർജുന് ഒരുപാട് കാലം കൂടി കാണുവാണ്. കേറി വാ മോനെ. സ്റ്റെല്ല, അച്ചമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീദേവി എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചു. കിങ്ങിണിയില്ലേ ഇവിടെ? അർജുൻ ചോദിച്ചു. ശ്രീദേവിയുടെയും മനോജിൻ്റെയും മൂത്ത മകളാണ് കിങ്ങിണി. ബിടെക് കഴിഞ്ഞ് നിൽക്കുകയാണ് ആ കുട്ടി. മുകളിലുണ്ട് മോനെ, ചിമ്മുവിനോട് സംസാരിക്കുന്നു. ശ്രീദേവി പറഞ്ഞതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. രേഷ്മേൻ്റെ അറിയില്ലേ? മനോജങ്ങളുടെ സിസ്റ്റർ. ഉവ്, അറിയാം. ട്രിവാൻഡ്രം അല്ലേ? അതെ. രേഷ്മ പുഞ്ചിരി തൂകി. അവർക്കൊക്കെ അർജുനെ ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് ആ നോട്ടത്തിൽ നിന്ന് വ്യക്തമായി. ഈ സമയത്ത് മനോജും പ്രദീപും ഇന്ദ്രനോട് സംസാരിച്ച് നിൽക്കുകയാണ്. അച്ചമ്മേ, പിന്നെ അവിടുത്തെ അമ്മമ്മയുടെ അടുത്തേക്ക് പോയി. എല്ലാവരും ഇരിക്കട്ടോ, ഞാൻ ചായ എടുക്കാം. ശ്രീദേവി അടുക്കളയിലേക്ക് പോയപ്പോൾ സ്റ്റെല്ലയോട് സംസാരിച്ചുകൊണ്ട് രേഷ്മ നിന്നു. മോളെവിടെ? സ്റ്റെല്ല ശബ്ദം താഴ്ത്തി. മുകളിലുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. മോൾക്കറിയോ? ഇല്ലെന്നേ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സാരില്ല, വാ. സ്റ്റെല്ലയാണെങ്കിൽ രേഷ്മയുടെ ഒപ്പം നടന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അർജുൻ സെറ്റിയിലിരുന്നു. ഇവിടെ എല്ലാവരും ചേർന്ന് മറ്റെന്തോ ഡ്രാമ നടത്തുന്നുണ്ട്. അതിനാണ് തിടുക്കപ്പെട്ടുള്ള ഈ വരവ്. ഒരു പെണ്ണ് കാണലാണ് ഉദ്ദേശമെങ്കിൽ തൻ്റെ മറ്റൊരു മുഖം ഇന്നെല്ലാവരും കാണും. അത് 3 തരം. അർജുൻ്റെ സിസ്റ്റർ നാട്ടിലുണ്ടോ അതോ? പ്രദീപ് ചോദിച്ചു. ഇല്ല, മോളും മരുമകനും കാനഡയിലാണ്. മോൾ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോഴേക്കും ഫിക്സ് ചെയ്യാനാ മോള് പറഞ്ഞത്. ഇന്ദ്രൻ്റെ മറുപടി കേട്ടതും അർജുൻ ഏതാണ്ട് ഉറപ്പിച്ചു ഇതാണ് കാര്യമെന്നുള്ളത്. ഈ സമയത്ത് സ്റ്റെല്ലയും രേഷ്മയും കിങ്ങിണിയുടെ റൂമിൻ്റെ വാതിൽക്കലെത്തി. സ്റ്റെല്ലയുടെ മോളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കല്യാണത്തിന് വരാനും പറ്റിയില്ല. വന്നില്ലല്ലേ? ഇല്ലെന്നേ, അന്ന് എൻ്റെ അമ്മയ്ക്ക് യൂട്രസ് റിമൂവ് ചെയ്ത് ഹോസ്പിറ്റലിലായിരുന്നു. ആ, ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീദേവി ചേച്ചി പറഞ്ഞു. സ്റ്റെല്ല മുറിയിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവളുടെ അഴിഞ്ഞുലഞ്ഞ കാർക്കുന്തലിലാണ് സ്റ്റെല്ലയുടെ കണ്ണുടക്കിയത്. ചിമ്മു, ഇതാരാണ് നോക്കിയേ? രേഷ്മയുടെ ശബ്ദം കേട്ട് ചിന്മയെ തിരിഞ്ഞു നോക്കി. അവൾക്ക് ആളാരാണെന്ന് പിടികിട്ടിയില്ല. അത് രേഷ്മയ്ക്കും സ്റ്റെല്ലയ്ക്കും ഒരുപോലെ മനസ്സിലായി. ശ്രീയമ്മയുടെ കസിൻ ബ്രദർ, ഇന്ദ്രനങ്ങളുടെ വൈഫാണിത്. മുറിയിലേക്ക് കയറിയപ്പോൾ രേഷ്മ പറഞ്ഞു. ശ്രീദേവിയുടെ മകൾ കിങ്ങിണിയും അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നു. സ്റ്റെല്ലാൻ്റെ എപ്പോൾ എത്തി? 10 മിനിറ്റ് ആയുള്ളൂ മോളെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖ ആൻറ്റി. ആൻറ്റി ഒറ്റയ്ക്കാണോ അതോ? അല്ലടാ, അർജുൻ താഴെയുണ്ട്. അർജുൻ മാത്രമല്ല, അച്ചമ്മയും അങ്കളും ഒക്കെയുണ്ട്. ഓ, അത് ശരി. എങ്കിൽ ഞാൻ അവരെയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കിങ്ങിണി താഴത്തെ റൂമിലേക്ക് പോയി. ചിന്മയുടെ അടുത്തേക്ക് വന്നിട്ട് സ്റ്റെല്ല അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. മോളെ, ഒരുപാട് നാളുകൾ മുന്നേ ആൻറ്റി നിന്നെ കണ്ടിട്ടുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടോ നീ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. ചെറുതായി പുഞ്ചിരിച്ചപ്പോൾ അവളുടെ കവിളിൽ നുണക്കുഴികൾ വിരിഞ്ഞു. സ്റ്റെല്ല അവളുടെ വിടർന്ന മിഴികളിൽ നോക്കി. നിറയെ കൺപീലികൾ തിങ്ങി നിൽക്കുന്ന അവളുടെ മിഴികൾക്കൊരു പ്രത്യേക അഴകായിരുന്നു. അവളുടെ പരന്ന നെറ്റിത്തടവും നീണ്ട മൂക്കും. മൂക്കിൻ്റെ തുമ്പിലായി ഒരു കുഞ്ഞി കാക്കപ്പുള്ളിയുമുണ്ട്. കാതിലാണെങ്കിൽ സ്റ്റോണിൻ്റെ ഒരു ജിമുക്കി കമ്മലാണ്. അതിൻ്റെ മുകളിലായി 2 റിങ്സ് ഇട്ടിട്ടുണ്ട്. കഴുത്തിലൊരു നൂല് പോലത്തെ മാല. എല്ലാം അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരി അവളുടെ തലമുടി.
സ്റ്റെല്ലയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് അവളുടെ മുടിയാണ്. ചിന്മയോട് ഓരോ വിവരങ്ങൾ ചോദിക്കുന്നെങ്കിലും സ്റ്റെല്ല അവളുടെ മുടിയിൽ നിന്ന് കണ്ണെടുക്കുന്നില്ലായിരുന്നു. ചിന്മയ്ക്കാണെങ്കിൽ സ്റ്റെല്ലയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്റ്റെല്ലയുടെ പെരുമാറ്റവും സംസാരവുമൊക്കെ വളരെ പതുങ്ങിയ രീതിയിലാണ്. അധികം ആരോടും സംസാരിക്കാത്ത ചിന്മയി സ്റ്റെല്ലയോട് ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സംസാരിച്ചു വന്നപ്പോഴാണ് ചിന്മയും ആ സത്യം മനസ്സിലാക്കിയത്. അച്ഛനും അമ്മയും കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ്റെ പ്രൊപ്പോസൽ പറഞ്ഞിരുന്നത് അത് സ്റ്റെല്ല ആൻറ്റിയുടെ മകനാണെന്ന്. അവൾ ഞെട്ടിയെന്നുള്ളത് രേഷ്മയും സ്റ്റെല്ലയും കണ്ടു. മോളെ, ആൻറ്റിക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻറ്റിയുടെ മോനുമായിട്ടുള്ള ജാതകം നോക്കിയപ്പോൾ അത് ഉത്തമമാണ്. അവനും ഇപ്പം വിവാഹം വേണ്ടെന്ന് പറഞ്ഞ. എന്നാലും അത് പറ്റില്ലല്ലോ. ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ? ഇന്നത്തെ കാലഘട്ടമാണ്. എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും കാണുന്നത്. ഒക്കെ പറയുമ്പോൾ പേടിയാവുക. എൻ്റെ പൊന്നുമോൾ ഒരു കാര്യം ചെയ്യണം. മോൾക്ക് എൻ്റെ മോനെ ഇഷ്ടമായാൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. പ്ലീസ്. സ്റ്റെല്ല അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആൻറ്റി, പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല. ആൻറ്റിയുടെ മോൻ നല്ലവനായിരിക്കും, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിതൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആൻറ്റി എന്നെ ഒന്ന് മനസ്സിലാക്ക്. മോളെ, വിവാഹശേഷം മോൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. തിരുവനന്തപുരത്ത് തുടർന്നോ. ഇടയ്ക്കെങ്ങാനും പറ്റുമെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. അർജുനും ഈ ടൈമിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ വലിയ പാടാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഓരോ വാചകങ്ങളും സ്റ്റെല്ല എടുത്തിടുകയാണ്. അതെ മോളെ, നിനക്ക് നിന്റെ കോളേജിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ. ഈ വിവാഹം ഒന്ന് നടന്നാൽ മതി. അതിനുശേഷം എന്തോ ആയിക്കോ. രേഷ്മയും പറഞ്ഞു. ഈ സമയത്ത് പ്രദീപും മനോജും കൂടി അർജുനോടും ഇതേ കാര്യങ്ങൾ പറയുകയാണ്. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സപ്പോർട്ട് നൽകണേ.